ഹജ്ജ് സീസൺ അല്ലാത്ത സമയങ്ങളിൽ കോഴിക്കോട്ടെയും കണ്ണൂരിലെയും ഹജ്ജ് കമ്മിറ്റിയുടെ കെട്ടിടങ്ങളും ഭൗതിക ആസ്തികളും വിദ്യാർത്ഥികളുടെ പരിശീലനത്തിനും കോച്ചിംഗ് ക്യാമ്പുകൾക്കും ഉപയോഗപ്പെടുത്തുന്നത് പരിശോധിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. കരിപ്പൂരിൽ ഹജ്ജ് ട്രെയിനർമാർക്കും സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർമാർക്കുമായി സംഘടിപ്പിച്ച പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഒരു ഫ്ലൈറ്റ് പോലും പോകാത്ത സാഹചര്യം അങ്ങനെ നമ്മുടെ ജനപ്രതിനിധികളും നേതാക്കന്മാരൊക്കെ ഇടപെട്ടു. ചെറിയ മാറ്റങ്ങളുണ്ടായി. കഴിഞ്ഞതിന് മുമ്പത്തെ വർഷത്തേക്കാൾ കഴിഞ്ഞ വർഷം കുറച്ചുകൂടി ഉണ്ടായി. ഇപ്പോൾ അതിൽ ഇതുവരെ എത്തി. എന്നിരുന്നാലും വലിയ നമ്പറായിട്ടുണ്ട്. ഇപ്പോൾ കോഴിക്കോട് എയർപോർട്ടുമായി ബന്ധപ്പെട്ട ആ പ്രതിസന്ധികൾ നമുക്ക് പരിഹാരമുണ്ടാക്കണം. പഴയ രീതിയിലേക്ക് തന്നെ അത് കൊണ്ടുവരാനുള്ള ശ്രമവും നമ്മളെല്ലാവരും കൂടി ഒന്നിച്ച് നടത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ കണ്ണൂരും നെടുമ്പാശ്ശേരിയും ഈ സംവിധാനങ്ങൾ കുറെ കൂടി ശക്തിപ്പെട്ട് വന്നിട്ടുണ്ട്. കരിപ്പൂർ വിമാനത്താവളത്തിൽ വലിയ വിമാനങ്ങൾക്ക് വിലക്കുള്ളതിനാൽ തീർത്ഥാടകർ നേരിടുന്ന യാത്രാ പ്രതിസന്ധിയും ഉയർന്ന ചെലവും പരിഹരിക്കാൻ സർക്കാരും ഹജ്ജ് കമ്മിറ്റിയും ഇടപെടും. കണ്ണൂർ നെടുമ്പാശ്ശേരി വിമാനത്താവളങ്ങൾ വഴി കൂടുതൽ സൗകര്യങ്ങൾ ലഭ്യമാകുന്നുണ്ടെങ്കിലും കരിപ്പൂരിലെ സർവീസ് പൂർവ്വസ്ഥിതിയിലാക്കുന്ന ശ്രമങ്ങൾ തുടരുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി. അടുത്ത വർഷത്തെ ഹജ്ജ് നടപടിക്രമങ്ങൾ ഇതിനകം ആരംഭിച്ചതായും ഇദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് അധ്യക്ഷനായിരുന്നു. MLA-മാരായ TP അഷ്റഫ് അലി, TV ഇബ്രാഹിം തുടങ്ങി ജനപ്രതിനിധികളും ഹജ്ജ് കമ്മിറ്റി ഭാരവാഹികളും ചടങ്ങിൽ സംബന്ധിച്ചു. സഹാറ ഗോൾഡൻ ഡയമണ്ട്സ്, കോട്ടപ്പടി, മലപ്പുറം. ഫോൺ 9744 912 916.